21 ഡേയ്സ് ബാക്ക് നമ്മൾ നമ്മുടെ ഗ്രേപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ 21 ദിവസത്തെ ഫെർമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ് ഇന്ന് ഫൈനലി നമുക്ക് സ്ട്രെയിൻ ചെയ്യാറായിട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നന്നായിട്ട് കഴുകി ഉണക്കി വെച്ച് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം, ഒരരിപ്പ, പിന്നെ നല്ല തിന്നായിട്ടുള്ള ഒരു കോട്ടൺ തുണി, ഇത്രയും വെച്ച് നമുക്ക് അരിച്ചെടുക്കാം. ആദ്യത്തെ 14 ദിവസം ഞാൻ എല്ലാ ദിവസവും ഇളക്കി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 7 ദിവസം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടാണ് ഇളക്കി കൊടുത്തത്. അതുപോലെ തന്നെ ഇതൊരിക്കലും എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലിങ് ഫിലിമിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തത്. ഫെർമെൻറ്റേഷൻ ടൈമിൽ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് എസ്കേപ്പ് ആവാനായിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ടേ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗ്രേപ്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതിനി അരിച്ചെടുക്കാം. ഈ ഒരു വുഡൻ സ്പൂൺ വെച്ചാണ് ഞാൻ എല്ലാ ദിവസവും ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ അരിപ്പയുടെ അകത്തോട്ടാണ് തുണി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് നമുക്ക് എല്ലാം കൂടെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. ഞാൻ കുറച്ചായിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. കുറച്ച് ആദ്യമേ എടുത്ത് ഒന്ന് പിഴിഞ്ഞ് മാറ്റി, അടുത്ത സെറ്റ് പിന്നെയും പിഴിഞ്ഞ് മാറ്റി. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാം. സ്റ്റീൽ പല ക്വാളിറ്റി ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സ്റ്റീൽ പാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അലുമിനിയം, അയൺ ഇതൊന്നും പാടില്ല കേട്ടോ. ചില്ല്, ഭരണി, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതൊക്കെ ഓക്കെയാണ്. ഇനി ഒരു 7 to 10 ഡേയ്സ് നമുക്ക് ഇതൊന്ന് സെറ്റിൽ ചെയ്യാൻ വെക്കാം. ക്ലിങ് ഫിലിം വെച്ച് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം.